സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. എന്തിനായി കരുതിയിരുന്ന പണമാണ് ബിജു മേനോന്റെ കഥാപാത്രം ചീട്ടുകളിയിലൂടെ നഷ്ടമാക്കുന്നത്? എ. സ്ഥലം വാങ്ങാൻ, ബി. വീട് പണിയാൻ, സി. വാഴകൃഷി നടത്താൻ. എന്തിന് കരുതിയ പണമാണ് ബിജു മേനോന്റെ കഥാപാത്രം ചീട്ടുകളിയിലൂടെ നഷ്ടപ്പെടുന്നത്? വീട് പണിയാൻ. സച്ചിൻ ഒരു സഹായം കൂടി, വീട് പണിയാൻ. അത് ആണെന്ന് തന്നെയാ തോന്നുന്നത്. കാരണം സ്ഥലം ഓൾറെഡി മേടിച്ചതിന് ശേഷമാണല്ലോ, അങ്ങനെയാണെന്ന് അതിന്റെ ഓർമ്മ. വാഴകൃഷി ആണല്ലോ വെടി വെക്കുന്നത്, മറ്റേ വാഴയെല്ലാം പിഴുത് കളഞ്ഞിട്ട്. വീട് പണിയാൻ തന്നെയായിരിക്കും, ഞാൻ ഷുവറാണ്. ബി. വീട് പണിയാനാണ് ഞാൻ എടുത്തിട്ട് പൂട്ടിരിക്കുന്നത്, വീട് പണിയാൻ. ഇത് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു സംശയം. വീട് പണിയാൻ വേണ്ടി നോക്കിയിട്ട് ഇതുവരെ സാധിച്ചില്ല എന്ന് കേട്ടു, അത് സത്യമാണോ? അതെ, വീട് പണിയാൻ ആഗ്രഹമുണ്ട്, വീട് പണിയണം. അത് നമ്മുടെ ഏരിയയിൽ തന്നെ ആകണമെന്നുള്ളതാണ്. അവിടെയൊക്കെ കുറച്ച് വസ്തുവിനൊക്കെ ഭയങ്കര വിലയാണല്ലോ, അല്ലേ? അപ്പോൾ അത് ആവും, വരും. വീട് പണിയാൻ യോഗം ഉണ്ടെങ്കിൽ വീട് പണിയും. അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ സഹായം ലഭിക്കാൻ അതിനുള്ള വകുപ്പുണ്ടോ? ഇല്ല, നിങ്ങളുടെ സംഘടനയെന്നോ? ഞാൻ ഒരു സംഘടനയിലും അങ്ങായിട്ടില്ല സാർ. ഇല്ല. ഇനി ആവും. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം കൂടെ നടക്കട്ടെ. കാരണം നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് ഒരു ഡയറക്ടറായിട്ട്. വീട് പണിയും ശരിക്കും ഡയറക്ടറായി കഴിഞ്ഞാലോ അതിൻ്റെ കൂട്ടത്തിൽ നടക്കും. സാറിൻ്റെ നാവ് പൊന്നാവട്ടെ ഈ രണ്ട് കാര്യം. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പം നമ്മുടെ സച്ചിന് വേണ്ടിയിട്ട് ഒരു പാട്ട് സച്ചിൻ അങ്ങോട്ട് പാടിക്കൊടുക്കും. അത് പാട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, 4 വരി പാടാം. ആ മതി. പാലാരി വട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി, പാലാരി വട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി, പച്ച വെളിച്ചം കാത്തന്നു നിൽക്കുമ്പോൾ പച്ച ചുരിദാറിട്ടൊരു പെണ്ണൻ മുന്നിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോയി, അവൾ പഞ്ചാര പുഞ്ചിരി തന്നേ പോയി, പാലാരി വട്ടം പാലത്തിൻ്റെ ചോട്ടിൽ മൂവന്തി നേരത്തിൻ്റെ വണ്ടി. ഇത് ഞാൻ പാടും, ഓക്കെ? ആ ശരി. വേറെ ആർക്കും കൊടുക്കരുത്. ഇല്ല, 100% ഇത് ഞാൻ പാടി. താങ്ക് യു. ഒരു മാസം. താങ്ക് യു. എന്നിട്ട് നമ്മൾ ഇറക്കും. ഓക്കെ, സൂപ്പർ സോങ്, വെരി ഗുഡ്. സോ ബി, വീട് പണിയാനാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ്, ആൻസർ ഈസ് കറക്റ്റ്. വീണ്ടും പണം നേടിയിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത സവാരി ഗിരിഗിരിയിൽ ലാസ്റ്റ് ചോദ്യം, 4ാമത്തെ ചോദ്യം ഇതാ. ചാണ്ടി കോഴി പിടിച്ചതിന് ശേഷം വല്യമ്മച്ചിക്ക് പ്രതിഫലമായി നൽകുന്ന പൈസ എത്രയാണ്? അറിയാം. എ 150, ബി 200, സി 50. ഉത്തരം സി 50. ഇത്ര കൃത്യമായിട്ട് അറിയാം സച്ചിൻ. കറക്റ്റല്ലേ സച്ചിൻ? സുരേഷേട്ടന് ഓപ്ഷൻസും വേണ്ട, എന്നെയും വേണ്ട. 50 തന്നെയാണ് അന്നത്തെ ഒരു മറ്റേ പൈസയുടെ വാല്യൂ ഒക്കെ നോക്കുമ്പോ 50 ആയിരിക്കണം. സി 50 ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ച് മുറുക്കി ഇറുക്കി വെച്ചിരിക്കുകയാണ്, കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ സച്ചിന്റെ ഒരു പാട്ട് കേൾക്കണോ? കാരണം വേറൊന്നുമല്ല, സച്ചിന്റെ പുതിയ ഏതെങ്കിലും ഒരു സാറിൻ്റെ ഒരു പാട്ടും കൂടെ കേട്ട ഞാൻ പാടാം. ഏത് പാട്ടാണ് വേണ്ടത്? അത് സാറ് പാടിയ പാട്ടല്ല, അതൊരു അനുഭവ കഥയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 കൊല്ലമെങ്കിലും ആവുമെന്ന് തോന്നുന്നു, ലക്ഷ്മി ആൽത്തറയിൽ സാറിൻ്റെ ഒരു ഗാനമേള ഉണ്ട്. അപ്പോൾ സാറിങ്ങനെ കുറേ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ചേട്ടന്മാർ അവിടെ നിന്നിട്ട് ഈ പരിപാടി കുളമാക്കാൻ വേണ്ടിയിട്ട് ദാസ് മാഷിൻ്റെ പാട്ട് പാടാൻ. ഒന്നും ദാസ് മാഷ് എന്നല്ല അവർ പറഞ്ഞത്, യേശുദാസ് പാടാൻ പറഞ്ഞു. പെട്ടെന്ന് സാർ ഒരു പാട്ട് പാടി, മതം പൊട്ടിച്ചിരിക്കുന്നു മാനം. അത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലത്തെ ആകാശവാണിയിലെ വിവിധ ഭാരതി ഗാനോപഹാർ, അതിൽ ഈ പാട്ടൊക്കെ കേട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്. പെട്ടെന്ന് സാർ ആ പാട്ട് പാടിയപ്പോൾ അപ്പോഴേക്കും സ്കൂൾ പ്രായം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം അല്ലാതെ ഒരു ഇതായിപ്പോയി. പിന്നെ എപ്പോഴും ഞാൻ ആ പാട്ട് എവിടെയെങ്കിലും കേൾക്കേണ്ടി വന്നാലോ പാടേണ്ടി വന്നാലോ അന്ന് ആ ലക്ഷ്മി ആൽത്തറയിൽ ആ സംഭവം ഞാൻ ഓർക്കുന്നു. അതൊരു 4 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അതായത് പണ്ട് വളരെ എൻ്റെ തുടക്കകാലത്ത് ഞാൻ കുറച്ച് സിനിമകളിൽ, അതായത് 10-20 സിനിമ 30 സിനിമയൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ നല്ല ഹിറ്റ് പാട്ടുകൾ കിട്ടി. അന്ന് ഞാൻ പാടാൻ പോകുമ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്നൊരു വിളിയുണ്ട്, യേശുദാസിൻ്റെ പാട്ട് പാടണേ, യേശുദാസിൻ്റെ പാട്ട് പാടണേ. നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല,
അല്ല, അത് അവർ മനഃപൂർവ്വം ഈ പരിപാടി ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അറിഞ്ഞുകൂടാത്തോണ്ടല്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാണ് ഞാൻ വളർന്നത്. എല്ലാ പാട്ടുകളും അറിയാം. ഇപ്പം ഞാനിപ്പോൾ പല ഷോയിലും റിയാലിറ്റി ഷോയിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതിനകത്തെല്ലാം ദാസേൻ്റെ പാട്ടുകളിലെ കൂടുതലും വരുന്നത്. അപ്പോൾ അതിൻ്റെ എവിടൊക്കെയാണ് തെറ്റെന്നും ശരിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പം അത് അറിഞ്ഞില്ലെങ്കിൽ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഒരു ആൾക്കാരുടെ ഒരു ഇതാണ്, നീ അതും കൂടെ പാട്, നീ അതും അങ്ങനെ നിന്റെ പാട്ട് മാത്രം പാടിയിട്ട് വേണ്ട, നീ അതും കൂടെ പാടെന്ന് അല്ലെ, അവർ ആ സ്റ്റൈലിലാണെന്ന് പറഞ്ഞത്. സാർ പെട്ടെന്ന് ശരിക്കും സാറിൻ്റെ ഗാനമേള അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത്. സാറിനെ കണ്ടിട്ടില്ല, നേരിട്ട് കാണണമെന്നുള്ള ഞങ്ങൾ ഈ തിരക്കിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ പാട്ടിങ്ങനെ ആ പാട്ടോടുകൂടിയാണ് ഞാൻ സാറിനെ കാണുന്നത്. മതം പൊട്ടിച്ചിരിക്കുന്നു മാനം, മനം പൊട്ടിക്കരയുന്നു ഭൂമി, ഇടയിൽ പട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. ഇത്തിരി തല ചായ്ക്കാൻ ഈ മരുഭൂമിയിൽ ഈന്തപ്പന നിഴലില്ല, ഒട്ടുദൂരം പോകാൻ ചുമടൊന്നു താങ്ങുവാൻ ഒട്ടകക്കൂട്ടവുമില്ല. ഓ മതം പൊട്ടിച്ചിരിക്കുന്നു മാനം. ഓക്കെ. അപ്പം സി 50 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 50 രൂപ. 50 രൂപ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. യു ആർ അഗൈൻ 2000 rupees. ഓക്കെ.